Yes, fish on, fish on. Or first Palat. Yes, yes, fish on, fish on. Yes, fish on. Yes, fish on. Handcraft legend. Fish on. Yes, fish on. എന്തായാലും 2 kg ആണ് guys. നിങ്ങൾ ഹെവി സ്നേക്ക് ഇട്ട് പിടിക്കാൻ പോകുന്നതാണ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു വെക്കേണ്ട ഒരു ഫ്രോഗ് ലൂർ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡ് എന്ന് പറയും. അത്യാവശ്യം കിട്ടുക്കാച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് സാധനം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ അതുകൊണ്ട് തന്നെ 15 ഗ്രാമാണ് ഗൈസ് ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവനാണ് നമ്മുടെ ഫ്രോഗ് വരുന്നുണ്ടല്ല. ഇതിൻ്റെ ഷേപ്പ് തന്നെയാണല്ലോ അത്യാവശ്യം നേരെയുള്ളൊരു ഷേപ്പാണ്. അതുകൊണ്ട് നല്ല എയറോ ഡൈനാമിക് ഷേപ്പ് എന്ന് പറയാം. നല്ല കാസ്റ്റിംഗ് ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഇട്ടുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ടല്ലോ ഈ ഒരു ബാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആട്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പിന്നറാണ് ഗൈസ്. ഈ ഒരു സ്പിന്നറിൻ്റെ സൈസ് കണ്ടില്ല, അത്യാവശ്യം നോർമൽ ഒരു ഫ്രോഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല സൗണ്ട് ഇത് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുൽക്കാടിനകത്തൊക്കെ ഇരിക്കുന്ന ചെയർമീൻ വരൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറകെ ഒന്ന് സ്ട്രൈക്കുന്നുണ്ട്. പിന്നെ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഗൈസ് ഈ ഒരു ഫ്രോഗിൻ്റെ ഹുക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. VMC നല്ല ഷാർപ്പ് ഹുക്കാണ് ഗൈസ്. എന്നുണ്ടോ തൊട്ടാൽ തന്നെ ഹുക്ക് കയറുന്നുണ്ട് കയ്യിൽ. പിന്നെ മെയിനായിട്ട് ഹെവി ഫ്രോഗിൽ വേണ്ട ഒരു കാര്യമാണ് ഗൈസ് ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ കമ്പി വളച്ചൊരു ഹോള്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രോഗിൽ ഉണ്ടാകത്തില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത. നമുക്ക് ഇവൻ വെച്ച് നേരെ മീൻ പിടിക്കാൻ പോകും. ഓക്കെ, അതടിക്കും ഉറപ്പായിട്ടും. എനിക്കൊന്ന് വരാലാന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ ഓക്കെ. Yes, fish on. Fish on. ഇല്ല കൊത്തിക്കത്തില്ല. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ചെറിയ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1 kg പ്ലസ് വരുന്നൊരു കിടില ചെറി. കുറേ നേരം വന്ന് സ്ട്രൈക്ക് അടിച്ച് അവസാനം കിടില ഒരു ഹുക്കപ്പം കൊടുത്ത് നമ്മൾ കയറ്റിയിട്ടുണ്ട് സാധനത്തെ. നമ്മുടെ ഫസ്റ്റ് കൊള്ളാല്ലേ, കിടില ഒരു ചെറി ഓണ്ടേ. യെസ് ഫിഷ് ഓൺ. ഫസ്റ്റ് മീൻ. വായാണോ വരാല് ഗൈസ്. നമ്മുടെ ഫ്ലിപ്പിൽ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. വരാല് ഞാൻ പറഞ്ഞില്ല മീൻ അടിക്കുന്നത്. ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കൊള്ളാമെന്നൊരു വരാല്. fish on. സാധനം ഗൈസ്. ഗൈസ് ഹാൻഡ് ക്രാഫ്റ്റിൽ ലെജൻഡിൽ ഹെവി സാധനം. എൻ്റെ മോനെ ഒരു 2 കിലോ മേളിൽ കാണും. ഹെവി എന്ന് പറഞ്ഞ ഹെവി സാധനം. എൻ്റെ മോനെ എൻ്റെ അളിയ സീനടി എന്ന് പറഞ്ഞാൽ സീനടി കേട്ടോ. എന്തായാലും 2 kg പ്ലസ് ആണ്. കിടിലൻ ചെറുമീൻ. എൻ്റെ അമ്മ മപ്പ് സാധനം. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. പൊട്ടക്കം പൊടുന്ന അടി കണ്ടോ. എൻ്റെ കൈയുടെ ഇപ്പുറം പോലും വരുന്നില്ല. സീനടി സാധനം. അവൻ്റെ റിയാക്ഷൻ കണ്ട
എടാ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പറാ ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഇതുണ്ടോ കൈ അപ്പുറം വരും പോകത്തില്ല. അതാണ് അജാതി സാധനം. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡ് 2 ഹുക്കും കയറിയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയില്ല. പിന്നെ നമ്മൾ ഇത്രയും താഴെ നിന്ന് അതിനെ ലിഫ്റ്റ് ചെയ്ത് മണ്ടക്കോട്ട് കയറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ കിടിലൻ ഹുക്കപ്പ്, ഒന്നും പറയില്ല. വാങ്ങിച്ചോ മപ്പായിട്ട് അതെ കിടിലൻ ചേർവി മപ്പ് സാധനം. എന്തായാലും 2 kg പ്ലസ് വേണം. നമുക്ക് നേരെ ബാനത്തില ഫൈറ്റ് വേറെ ബോൾട്ടേ അടിച്ചിരുന്നേ. ആ മപ്പായിരുന്നു നേരെ. എൻ്റെ ആളിയാ യെസ് ഷോ ഹാൻഡ് ക്രാഫ്റ്റ് ലെജൻഡിൽ നമ്മുടെ ഫസ്റ്റ് ടൈം കയറിയിട്ടുണ്ട്. ഹാൻഡ് ക്രാഫ്റ്റ് ലെജൻഡ് ഖൈസ് ഒരു ചിമിട്ട മരാല്. ഓ ലെജൻഡേല കേട്ടോ, കിടിലൻ ഹുക്ക്, ഒന്നും പറയില്ല. നമ്മളിപ്പം ചെറുമീനും പിടിച്ച വിധത്തിൽ വരാലും പിടിച്ച് കിടിലായിട്ട്. കിട്ടിക്കാച്ചി ഉക്കപ്പാട്ടോ. ഇത്രയും വലിയ ഫ്രോഗ് എന്ന് പറയേണ്ട കാര്യമില്ല, ഒക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ ആളിയ ഫസ്റ്റ് വരാനുള്ളങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ടൈം ഹാൻഡ് ക്രാഫ്റ്റ് ലെജൻഡ് സീനായിട്ട് നമ്മൾ നേരത്തെ ആണ് ബാനത്തിലിട്ടുണ്ട്. എൻ്റെ അളിയാ എന്നാ സാധനം. ഒരു വരാല് തന്ന ഫൈറ്റ് വരാല്ലേ ചെറുമീൻ. എൻ്റെ അളിയ സീനായിട്ട് നമ്മളിത് വരാലേം പിടിച്ച് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെറുമീൻ കേട്ടോ, ഹാൻഡ് ക്രാഫ്റ്റ് ലെജൻഡിൽ സീനടി കേട്ടോ. സീമീൻ ഒരു 1 kg പ്ലസ് അത്രയേ ഉള്ളൂ, അത്രയുള്ള സാധനം. കിടിലായിട്ട് കേട്ടോ രണ്ടാമത്തെ. നമ്മൾ നൈസിൽ ഹുക്ക് റിമൂവ് ആക്കുകയാണ്. എൻ്റെ കളി ഇതിൻ്റെ ഹുക്കപ്പ് വിഷയം കേട്ടോ. ഇത്രയും വലിയ ഫ്രോഗിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ലോങ്ങിൽ നല്ല കിട്ടിലെ ഹുക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറുമീൻ പിടിക്കാൻ നമ്മൾ പോകുന്നവന്മാർ ഇത് വാങ്ങിച്ചു മുതലാവുന്നതായിട്ട്. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ ഒരു കിടക്കാച്ച് ചേർന്നു. അയ്യോ പണി പാളിയാനിപ്പോൾ എങ്ങോട്ടാണ് നമ്മളൊന്ന് കിച്ചടിച്ച്. അയ്യോ രണ്ടാമത്തെ മീൻ കേരളക്കോട്ട്. ഓക്കെ ഫ്രോഗാ കാണിച്ചു തരാം ഗൈസ്. ഞാൻ അടിച്ച ചപ്രമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ സാധനം, ഒരു രക്ഷയില്ല. അടുത്ത മീനെ പിടിക്കാൻ പോവാം.
യെസ് ഫിഷ് ഓൺ. ഇല്ല മോനെ, വിട്ടു തരില്ല. ഓ ഗൈസ്, ചെറിയ ഓ കിടില സാധനം. എൻ്റെ അളിയ, ഇന്നത്തെ കിടില ഐറ്റം കേട്ടോ. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ചെറി നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡേൽ. ഇതെന്തായാലും ഒരു 2 kg ആണ് ഗൈസ്. സീനായിട്ട് കിടില ഹുക്കപ്പ് കേട്ടോ, ഒന്നും പറയാനില്ല. 30 സാധനം. ട്രൈ അയ്യോ, സ്നാപ്പ് ലോഗിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി കഴിച്ചു. ശേ, അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ ലീഡർ ലൈൻ്റെ അവിടെ നിന്ന് പൊട്ടി നമുക്ക് ആ ഒരു മീൻ മിസ്സാവുന്നുണ്ട്. ആ മീൻ ഓൾവേസ് നമുക്ക് 3-4 തവണ ഫോളോ ചെയ്ത് വന്നതാണ്. പക്ഷേ ആ ഒരു മീൻ അത്ര അഗ്രസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ ലീഡർ ലൈൻ കംപ്ലൈൻ്റ് ആയി പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് സ്നേക്ക് പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഒരു മാസമൊക്കെ കൂടുമ്പോൾ ലീഡർ ലൈൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു 6 മാസത്തിന് മേലിലാണ് ആ ഒരു ലീഡർ ലൈൻ ഉപയോഗിക്കുന്നത്. ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കാതിരുന്നതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ആ ഒരു ഫ്രോഗ് മീൻ അടിച്ചുകൊണ്ട് പോയത്. ഒന്നേ ആ മീൻ ചത്തുപോകും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മീൻ കുടഞ്ഞു കളയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് നമ്മുടെ ഫ്രോഗ് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ ഫിഷിംഗ് ബ്രോ മറ്റൊരു കിടക്കാച്ച് ഫിഷിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.